നിലവിൽ മലയാളത്തിൽ സിനിമാ പ്രേമികൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊമേഴ്ഷ്യൽ ചിത്രം എമ്പുരാനാണ്. മലയാളത്തിലെ സർവ്വകാല റെക്കോർഡുകളും തൂത്തുവാരാൻ ശേഷിയുള്ള ഒന്നായിരിക്കും എമ്പുരാൻ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലൂസിഫർ ഉണ്ടാക്കിയ ഇമ്പാക്ട് തന്നെയാണ് ഈ പ്രതീക്ഷയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. ആദ്യദിന കളക്ഷനിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും റെക്കോർഡുകൾ തകർക്കാൻ എമ്പുരാന് സാധിക്കുമെന്നാണ് സൂചന. സിനിമയുടെ ഹൈപ്പ് കൂട്ടാതിരിക്കാൻ പൃഥ്വിരാജ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും എമ്പുരാൻ വലിയൊരു സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഇക്കാര്യം നടൻ ഇന്ദ്രജിത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂസിഫറിനേക്കാളും ലാർജ് സ്കെയിൽ സിനിമയാണ് എമ്പുരാൻ എന്നും ഒരുപാട് ലൊക്കേഷനുകളുള്ള സിനിമയാണെന്നുമാണ് ഇന്ദ്രജിത്ത് പറഞ്ഞിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ചിത്രമാണ് എമ്പുരാൻ. പ്രൊഡക്ഷൻ വൈസ് ഏറ്റവും അധികം കോസ്റ്റ് വരാൻ പോകുന്ന സിനിമ കൂടിയാണ്. PK രാംദാസിന്റെ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആവേശം നിറയ്ക്കുന്ന ചോദ്യം അവശേഷിപ്പിച്ചാണ് ലൂസിഫർ അവസാനിച്ചത്. ഇപ്പോൾ എമ്പുരാന്റെ 7ാമത്തെ ഷെഡ്യൂൾ ഗുജറാത്തിൽ പുരോഗമിക്കുകയാണ്. മോഹൻലാലും ടൊവിനോ തോമസും ഉൾപ്പെടുന്ന ഈ ഷെഡ്യൂളിൽ ഏറെ നിർണായകമായ സീനുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് വിവരം. ഗുജറാത്തിലെ ഷൂട്ടിംഗ് പൂർത്തിയായാൽ അബുദാബിയിലേക്ക് ഷൂട്ടിനായി ടീം യാത്രയാകും. ലേ ലഡാക്കിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പിന്നീട് UK, US, കേരളം, മദ്രാസ് എന്നിവിടങ്ങളിൽ ഷൂട്ട് ചെയ്തു. ഇനി മുംബൈ, ഗുജറാത്ത്, ദുബായ് എന്നിവിടങ്ങളിലും ഷൂട്ട് ബാക്കിയുണ്ട്. ഗുജറാത്തിലെ ഷൂട്ടിനെ പറ്റി മോഹൻലാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു കൊട്ടാരത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ട് നടക്കുന്നത്. അവിടെ വലിയ സെറ്റ് നിർമ്മിച്ച് 250ഓളം ആളുകൾ ജോലി ചെയ്യുന്നതിനിടെ മഴ കാരണം ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു. ഒരേ സമയം ഫ്ലാഷ് ബാക്കും പ്രസന്റ് കാലഘട്ടവും ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മഴ കനത്തതോടെ വലിയ തുക ചെലവഴിച്ച് നിർമ്മിച്ച സെറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യേണ്ട അവസ്ഥയാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എമ്പുരാൻ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് മോഹൻലാൽ മുൻപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചിത്രത്തിന്റെ റിലീസ് നീണ്ടേക്കുമോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. സീക്വൽ ആണെങ്കിലും ലൂസിഫറിൽ കണ്ടതിന്റെ തുടർച്ച മാത്രമല്ല ചിത്രത്തിൽ ഉണ്ടാവുകയെന്നും ചില കഥാപാത്രങ്ങളുടെ മുൻകാലവും പറയുന്ന ചിത്രമായിരിക്കും വരികയെന്നും പൃഥ്വിരാജും മുരളി ഗോപിയും വ്യക്തമാക്കിയിരുന്നു. എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചും പൃഥ്വിരാജ് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ഈ പേര് കേട്ട സമയം മുതൽ കൂടുതൽ പ്രേക്ഷകരും ചോദിച്ച സംശയം തമ്പുരാൻ എന്ന അർത്ഥമാണോ ഈ വാക്കിന് എന്നതായിരുന്നു. എന്നാൽ തമ്പുരാന്റെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ് എന്നതാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. ലൂസിഫറിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ എന്നിവരും എമ്പുരാനിൽ അഭിനയിക്കുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും ഒപ്പം പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസുമാണ് എമ്പുരാന്റെ നിർമ്മാണ പങ്കാളികൾ. ലൂസിഫറിലേതുപോലെ തന്നെ മുരളി ഗോപിയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത്. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, സായ് കുമാർ, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ, സച്ചിൻ ഗദേക്കർ തുടങ്ങിയവർ ലൂസിഫറിലേതുപോലെ തന്നെ എമ്പുരാനിലുമുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് എമ്പുരാൻ എത്തുക.